ഇബാദത്തിന് ക്ഷമയുണ്ടാക്കണം. ഖുർആനിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ കൽബും കണ്ണും കാതുമൊക്കെ പ്രകാശിപ്പിക്കണം. ഖുർആനിലേക്കൊന്ന് നോക്കുമ്പോ നമ്മളാരും കാണാത്തൊരു വെളിച്ചം ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ നൂറാണ്. ഖുർആൻ മറിച്ചൊന്ന് ഓതുമ്പോ ഒന്ന് നോക്കുമ്പോ നമ്മളാരും അനുഭവിക്കാത്തൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കൽബിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും പകരുന്നുണ്ട്. അതുകൊണ്ടല്ലേ 95 വയസ്സായാലും 99 വയസ്സായാലും 110 വയസ്സായാലും എന്നും ഖുർആൻ ഓതുന്ന മനുഷ്യനാണോ, മുസഹഫ് നോക്കുന്ന ആളാണോ, ഒരിക്കലും അവനൊരു അർദൽ ഉംറിന്റെ അവസ്ഥ അഥവാ ഒരു ചെന്നി ബാധിച്ച് കിടക്കുന്ന കിടക്കപ്പായയിൽ തന്നെ മുന്നിൽ വന്ന മക്കളറിയാതെ, ഭാര്യയെ അറിയാതെ, അന്യപുരുഷന്മാര് സ്ത്രീകളെ വേർതിരിച്ചറിയാതെ എല്ലാവരും മുന്നിലും വിവസ്ത്രനായി കിടക്കുന്ന ദുരവസ്ഥ വരാത്ത നല്ല ഓർമ്മശക്തിയും നല്ല ചിന്തയും ഖുർആനുമായി സദാ ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടാകുമെന്ന് വലിയ ഖുർആൻ പണ്ഡിതനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിലേക്ക് ആളുകളെ അല്ലാഹു പരിവർത്തിപ്പിക്കും. ഖുർആൻ പറയുന്നുണ്ട്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, യുറദ്ദു അവരെ മടക്കപ്പെടും ഇലാ അർദലിൽ ഉമർ, ആയുഷ്കാലത്തിൽ ഏറ്റവും നരകിക്കുന്ന ആയുഷ്കാലത്തിലേക്ക്. കാരണം മുന്നിലാര് വന്നാലും ആണാകട്ടെ പെണ്ണാകട്ടെ ഇയാള് തുണിയൊക്കെ അഴിച്ചു മാറ്റുകയാണ്, വരുന്നവരെ മുഴുവനും തെറിയഭിഷേകം ചെയ്യുകയാണ്, എല്ലാവരുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും കാർക്കി തുപ്പുകയാണ്. കിടക്കുന്നയാളെ തന്നെ കിടന്നിട്ട് മൂത്രയിക്കുന്ന അയാൾ അറിയുന്നില്ല. മൂത്രത്തിൽ അയാളെങ്ങനെ കളിക്കുന്നു, ചെറിയ കുട്ടികൾ കളിക്കും പോലെ വിസർജിക്കുന്നു. ആ വിസർജിച്ചെടുത്തത് ചുറ്റുഭാഗത്തും ചുമരിലും മറ്റുമൊക്കെ വാരിത്തേക്കുന്നു. അതുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ എറിയുന്നു. നഊദു ബില്ലാഹ്. ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്താതിരിക്കണമെങ്കിൽ ഖുർആൻ അതിന് ഏറ്റവും വലിയ കാരണമാണെന്ന് ഖുർആൻ പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുമ്പോ ആ ഖുർആൻ ശരീരത്തിൽ നൽകുന്ന ഓജസ്സും തേജസ്സും വേറെയാണ്. ആ ഖുർആൻ മനസ്സിന് നൽകുന്ന ഹിമ്മത്തൊന്ന് വേറെയാണ്. ആ ഖുർആൻ നമ്മുടെ ബുദ്ധിക്ക് നൽകുന്ന ഒരു സ്ഥിരത ഒന്ന് വേറെയാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഹിമ്മത്തിന് യാതൊരു കോട്ടമുണ്ടാകൂല, വിശ്വാസത്തിന് പോറലേൽക്കൂല, കലിമ ചൊല്ലുന്നതിന് ധൈര്യം കുറയൂല.